നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ബ്രസീൽ വേഴ്സസ് മൊറോക്കോ മത്സരത്തിൽ റഫറിക്ക് തെറ്റുപറ്റി എന്നാണിപ്പോൾ ഇതിഹാസ താരം സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് പറയുന്നത്. പറയുന്നത് റെഡ് കാർഡ് കൊടുക്കണമായിരുന്നു, മൊറോക്കോയുടെ സൂപ്പർ താരത്തിന് റെഡ് കാർഡ് കൊടുക്കണമായിരുന്നു. അഷ്റഫ് ഹക്കീമിക്ക് വിനി ജൂനിയറെ ചെയ്ത ഫൗള് ഡേഞ്ചറസ് ആയിരുന്നു, പരിക്ക് പറ്റാൻ സാധ്യതയുള്ളതായിരുന്നു, ലേറ്റ് ഫൗളായിരുന്നു. അത് നിർബന്ധമായിട്ടും റെഡ് കാർഡ് കൊടുക്കേണ്ട ഒന്നാണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. സംഗതി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ആദ്യ പകുതിയുടെ അവസാന ഘട്ടത്തിലാണ് വിനി ബോളുമായിട്ട് പോകുമ്പോൾ പെനാൽറ്റി ബോക്സിന് മുന്നിൽ വെച്ച് അഷ്റഫ് ഹക്കീമി അദ്ദേഹത്തിൻ്റെ ആംഗിളിന് ചവിട്ടുന്നത്. അത് ടാക്കിൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ്, പക്ഷേ അത് ലേറ്റായി. കൃത്യമായിട്ട് ബോളിനല്ല കൊണ്ടത്, കംപ്ലീറ്റ്ലി വിനിയുടെ ആംഗിളിൻ്റെ ഭാഗത്താണ് കൊള്ളുന്നത്. അത് പക്ഷേ റഫറി മൈൻഡ് ചെയ്തില്ല. വിനി അപ്പോഴേ അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഹാഫ് ടൈമിൻ്റെ വിസിലടിച്ചതിന് ശേഷവും വിനി അതിനെക്കുറിച്ച് തന്നെ റഫറിയോട് സംസാരിച്ച് നിൽക്കുന്നത് നമ്മൾ കണ്ടതുമാണ്. അത് തീർച്ചയായിട്ടും ആ ഘട്ടത്തിലൊരു റെഡ് കാർഡോ അല്ലെങ്കിൽ അതൊരു ഫ്രീ കിക്കാണ്, എന്തായാലും അത് ബ്രസീലിന് അനുകൂലമായ രൂപത്തിൽ മാറിയേനെ കളി. എന്തായാലും ഇപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വരുന്നു. അദ്ദേഹം പറയുന്നത് ആ ഫൗള് ശരിക്കും ഡേഞ്ചറസ് ആണ്. ഡേഞ്ചറസ്, ഒരു സംശയവും വേണ്ട, ഒബ്വിയസ്ലി അത് ഡേഞ്ചറസ് ആണ്. ഞാൻ ആ കളി കണ്ട സമയത്ത് എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. റഫറി അതിൽ ഇടപെടണം, എന്നിട്ട് അയാളെ പറഞ്ഞു വിടണം, സെൻഡ് ഓഫ് ചെയ്യണം അഷ്റഫ് ഹക്കീമിയെ. അത് കളിക്കാരൻ്റെ റെപ്യൂട്ടേഷൻ വെച്ചിട്ടോ കളിയുടെ മൊമെൻ്റ് ഏതാണെന്നോ നോക്കിയിട്ടല്ല, പ്ലെയറുടെ സേഫ്റ്റി നോക്കിയിട്ടാണ് അത് ചെയ്യേണ്ടത്. അത്തരത്തിൽ ഡേഞ്ചറസ് പ്ലേ ചെയ്യുന്ന ഒരാൾ കളിക്കളത്തിലുണ്ടാവാൻ പാടില്ല. അവിടെ അറ്റാക്കർ കൃത്യമായിട്ട് ഹക്കീമിയെ മറികടന്ന് പോവുകയായിരുന്നു. ആ സമയത്താണ് ഡേഞ്ചറസ് ആയിട്ട് അങ്ങനെ ഒരു ടാക്കിൾ ചെയ്യുന്നത്. കോണ്ടാക്റ്റ് വളരെ ലേറ്റായിട്ടാണ് വന്നിരിക്കുന്നത്, ഒരു സംശയവും വേണ്ട, അത് റെഡ് കാർഡാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇത്തരത്തിൽ വിലയിരുത്തൽ മറ്റുള്ളവരും നടത്തുന്നുണ്ട്, റഫറിക്ക് അവിടെ തെറ്റുപറ്റി എന്നുള്ളത്. ഏതായാലും അത് റെഡ് കാർഡ് ആവുകയാണെങ്കിൽ രണ്ടാം പകുതിയിൽ കളി മാറിയേനെ. ആ ഫ്രീ കിക്ക് അവിടെ ബ്രസീലിന് കിട്ടുമ്പോൾ അതെന്തെങ്കിലും സംഭവിച്ചേനെ, 10 പേരായിട്ട് മൊറോക്കോ ചുരുങ്ങിയാൽ ബ്രസീലിന് അഡ്വാൻറ്റേജ് ആയേനെ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷേ അതൊന്നും അല്ലല്ലോ ഇപ്പോൾ യഥാർത്ഥത്തിൽ നടന്നത്. എന്നാലും ചൂണ്ടിക്കാട്ടുന്നു അത് റഫറിക്ക് പറ്റിയ മിസ്റ്റേക്കാണെന്ന്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.